നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. റാപ്പർ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ ആരാണ് പുലിവാല് പിടിച്ചത്? വനംവകുപ്പിന് തിരിച്ചടി നൽകുന്നതാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. റാപ്പർ വേടനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കുന്നു. വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ലെന്നും വേടന് ജാമ്യം അനുവദിച്ച ഉത്തരവിൽ പറയുന്നുണ്ട്. വനംവകുപ്പിന്റെ നടപടികളിൽ വകുപ്പ് മന്ത്രി അടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചതിനാൽ കേസിലെ തുടർ നടപടികൾ മന്ദഗതിയിലാകാനാണ് സാധ്യത. അതിനിടെ വനംവകുപ്പിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. വേടനെതിരായ പുലിപ്പല്ലി കേസിലെ അനാവശ്യ തിടുക്കം വിമർശിക്കപ്പെടേണ്ടതാണ്. കേസെടുക്കുന്നതിൽ എന്തായിരുന്നു ധൃതിയെന്ന് പരിശോധിക്കണം. ആ രീതിയിൽ ആ ചെറുപ്പക്കാരനോട് പെരുമാറിയത് തെറ്റായിപ്പോയെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്തിനാണ് എടുത്തതെന്നുള്ളത് പരിശോധിക്കപ്പെടണം. അത് ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല. വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ, ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല കുട്ടികളായി, നല്ല അദ്ദേഹം തന്നെ പറയാറുണ്ട്, പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട്. വൈക്കോൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി. അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട്. ഗവൺമെന്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരു അളവിൽ മാത്രമാണ്, 8-9 ആളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് തെറ്റായിരുന്നു. ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി. അതിന്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൌരവപൂർവ്വം പരിശോധിക്കണം. ആ ചെറുപ്പക്കാരനെ തെറ്റുതിരുത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ വേടനെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിന് പിന്നാലെ സർക്കാരിൻ്റെ പരിപാടികളിൽ നിന്ന് പോലും വേടനെ മാറ്റി നിർത്തിയതാണ്. അതിനുശേഷം വേടനെതിരെ കഞ്ചാവ് കേസിന് പിന്നാലെ പുലിപ്പല്ലി കേസ് വരുന്നു. അതിൽ ഇന്നലെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം വേടൻ പറഞ്ഞൊരു വാക്കുകളുണ്ട്. അതായത് താൻ കള്ളുകുടിക്കും, പുകവലിക്കും, അത് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഒരു മനുഷ്യനാകാൻ ശ്രമിക്കാം എന്ന രീതിയിൽ ഒരു തെറ്റ് സ്വയം തിരുത്താനുള്ള ഒരു മനോഭാവം വേടൻ അവിടെ കാണിക്കുന്നു. സർക്കാരും അതേ രീതിയിൽ, സർക്കാരിനും തെറ്റുപറ്റി എന്ന് തന്നെയല്ലേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കുന്നത്? ആജ്ഞ, ഇവിടെ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വേടന്റെ വാക്കുകൾ, വേടൻ സ്വയം തനിക്ക് തെറ്റുപറ്റി തിരുത്താമെന്ന് പറയുന്നു. അതേ രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് സർക്കാരിന് തെറ്റുപറ്റിപ്പോയി, വേടൻ ഒരു സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ്, ഒരു മികച്ച കലാകാരനാണ്, അദ്ദേഹത്തിന് ഒരു തെറ്റുതിരുത്താനുള്ള അവസരം സർക്കാർ കൊടുക്കുന്നു എന്നാണോ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്? അതോ സർക്കാരിന് തെറ്റുപറ്റിപ്പോയി, വനംവകുപ്പിന് തെറ്റുപറ്റിപ്പോയി എന്ന വിമർശനമാണോ അദ്ദേഹം ഉന്നയിക്കുന്നത്? ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വേടന് വേട്ടയാടിയിട്ടുള്ള തരത്തിലുള്ള പുലിവേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുള്ള കുറ്റവും വനം വകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ വേടൻ ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്നാണ് കോടതിക്ക് കണ്ടെത്താനായത് എന്നാണ് ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, എന്ത് അടിസ്ഥാനത്തിലാണ് വേടനെതിരെ ഈ പുലിവേട്ട നടത്തിയെന്നുള്ള കേസെടുത്തത്? മുൻപ് ഇത്തരത്തിലുള്ള കേസുകളിൽ ഇയാൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതി ചോദിക്കേണ്ടത്. എന്തായാലും വനം വകുപ്പിന് തിരിച്ചടിയാകുന്ന തരത്തിൽ തന്നെയാണ് കോടതി എറണാകുളം പെരുമ്പാവൂർ JFMC കോടതിയുടെ ജാമ്യ ഉത്തരവ് വനം വകുപ്പിന് തിരിച്ചടിയാകുന്ന തരത്തിൽ തന്നെയാണ്.
കൃത്യമായിട്ടത് പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് വനംവകുപ്പിന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത് ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പുലിപ്പല്ല് കൈവശം വെച്ചു എന്നുള്ള തരത്തിൽ വനംവകുപ്പ് കേസ് ചാർജ് ചെയ്തത് എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. നിലവിലുള്ള തെളിവുകൾ അനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ വേടനെതിരെ കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം വേടനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നാളെ ആയിരുന്നു വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കാറുള്ളത്. പക്ഷേ വേടനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ കോടതി വേടന് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കോടതി ജാമ്യ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പ്രഥമ ദൃഷ്ട്യാ വേടനെതിരെ കുറ്റകൃത്യം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല വേടൻ രാജ്യം വിട്ടു പോവുകയോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുകയും ചെയ്യുമെന്ന് വനംവകുപ്പിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് അങ്ങനെയല്ല. അതായത് വേടന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, രാജ്യം വിട്ടു പോകാൻ പാടില്ല, അതല്ലെങ്കിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. 2 മാസക്കാലം നിരന്തരമായി ആഴ്ചയിൽ ഒരിക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം, അതായത് കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എറണാകുളം ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും കൃത്യമായിട്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വേടന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടിയന്തരമായി കോടതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഥമ ദൃഷ്ട്യാ വേടനെതിരെ കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടെത്തിയതാണ്. അതായത് വനം വകുപ്പിന് തിരിച്ചടിയാകുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവ് അത്തരത്തിലാണ്. എന്തായാലും അതേസമയം വേടൻ വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഈ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഈ കാര്യം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് എന്റെ അറസ്റ്റോട് കൂടി സമൂഹത്തിന് ബോധ്യമായിട്ടുള്ളതാണ്. 2 തരത്തിലുള്ള നീതിയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ് തന്റെ അറസ്റ്റോട് കൂടി എന്ന പ്രതികരണമാണ് വേടൻ മാധ്യമങ്ങളോട് നടത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ, അതായത് വനം വകുപ്പ് വേടനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. ഉടൻ ഈ കേസിൽ അടുത്തിടെ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആജ്ഞ നമുക്കറിയാം. കാരണം കോടതി ഈ രീതിയിൽ ഈ വനംവകുപ്പിന്റെ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ഓരോന്നും അക്കമിട്ട് നിരത്തുന്നുണ്ട് വേടന് ജാമ്യം നൽകിയ ഉത്തരവിൽ. അതിന് പിന്നാലെ വലിയ രീതിയിൽ വിമർശനം നമുക്ക് അറിയാം. വേടനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വേടന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ വനംവകുപ്പിനെ വിമർശിക്കുന്നുണ്ട്, സർക്കാരിൻ്റെ ഈ ഇരട്ട നീതിയെ വിമർശിക്കുന്നുണ്ട്. മാത്രമല്ല അത് തെറ്റുപറ്റിപ്പോയെന്ന് വനംവകുപ്പിന് തെറ്റുപറ്റിപ്പോയെന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നടക്കം പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്? കാരണം ഇപ്പോഴും ഇന്നലെയും വനംവകുപ്പ് കോടതിയിൽ സ്വീകരിച്ച നിലപാട് വേടന് ജാമ്യം നൽകരുതെന്നാണ്. ഇനി ഈ കേസിൽ വനംവകുപ്പിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? വനംവകുപ്പ് ഇന്നലെ കോടതിയിൽ ഈ ഒരു നീക്കം, അതായത് ഇങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കി വേടൻ കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിൽ സ്ഥിരീകരിക്കാൻ ശ്രമിച്ചതെങ്കിൽ പോലും വനം മന്ത്രി ഇന്ന് നേരെ തിരിച്ചാണ് പറഞ്ഞത്. അത് മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറിയും പറയുകയുണ്ടായി വേടനിലെ കലാകാരനെ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ള തരത്തിൽ പറയുകയുണ്ടായി. പക്ഷേ ഒരു കാര്യം കൃത്യമായി പറയുമ്പോൾ, ഇന്നലെ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിൽ വേടൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞാൻ വീണ്ടും മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് വേടൻ ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കുകയുണ്ടായി. അതേസമയം ഈ കഞ്ചാവ് കേസ് 6 ഗ്രാം കഞ്ചാവാണ് വേടന്റെ കൈവശം പിടിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കറിയാം 999 ഗ്രാം വരെയുള്ള സ്റ്റേഷൻ ജാമ്യത്തിൽ പെടുന്ന വകുപ്പായതുകൊണ്ട് തന്നെ അതിൽ ഒരു ബലമുള്ള കേസായിട്ട് നിലനിൽക്കുന്നില്ല. അതേസമയം ഈ പറഞ്ഞതുപോലെ വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന പുലിപ്പല്ല് ആണ് പ്രശ്നമായത്. പരിശോധനയ്ക്കിടയിലാണ്, വേടന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് പോലീസ് ആ പുലിപ്പല്ല് ശ്രദ്ധയിൽപ്പെടുകയും വനംവകുപ്പിനെ അറിയിക്കുകയും ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതർ കോടനാട് നിന്നും എത്തി പരിശോധന നടത്തുകയും ചെയ്തതും പിന്നീട് അവർ തന്നെ അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതി അക്കാര്യത്തിൽ ഇത് ശാസ്ത്രീയമായി പരിശോധന നടത്തിയിട്ടില്ല, ശാസ്ത്രീയമായി പുലിപ്പല്ലാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല
പുലിവേട്ട, അതായത് വേട്ടയാടൽ നായാട്ട് നിയമം അനുസരിച്ചിട്ടാണ് വേടനെതിരെ വനം വകുപ്പ് ചാർജ് ചെയ്തിരിക്കുന്ന കേസ്. അത് 3 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസാണ്, ജാമ്യമില്ലാത്ത കേസാണ്. ഈ കേസ് എങ്ങനെയാണ് വേടനെതിരെ ചുമത്താൻ ഉണ്ടായ സാഹചര്യം എന്ന് വ്യക്തമാക്കണമെന്ന് കോടതി വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, വേടന ഇത്തരത്തിലുള്ള മുൻ എക്സ്പീരിയൻസുകളോ അതല്ലെങ്കിൽ മുൻപ് ഇത്തരം കേസുകളിലോ പെട്ടിട്ടുള്ള സാഹചര്യമില്ല. പിന്നെ എങ്ങനെയാണ് പുലിവേട്ട ഈ വേടനെതിരെ ചുമത്തുന്നത് എന്ന് വനം വകുപ്പിനോട് ചോദിക്കേണ്ടായി. എന്തായാലും മൊത്തത്തിൽ വനം വകുപ്പിനെതിരെ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. വനം വകുപ്പ് ചൂണ്ടിക്കാട്ടിയ കേസുകൾ അല്ലെങ്കിൽ ചാർജുകൾ വേടനെതിരെ നിലനിൽക്കില്ല എന്നാണ് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് മനസ്സിലായത് എന്നാണ് പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് 4-ൽ നിന്നും ഉണ്ടായ വിധി. അങ്ങനെയാണ് ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. തീർച്ചയായും അതോടൊപ്പം എന്തായാലും വേടൻ ഈ 2 കേസുകളിലും വേടന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. കാരണം കഞ്ചാവ് കേസിൽ അന്ന് തന്നെ അത് സ്റ്റേഷൻ ജാമ്യം കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ഈ പുലിപ്പല്ലി കേസ് വരുന്നത്. പുലിപ്പല്ലി കേസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ വേടൻ ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട്. അതായത് തനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുമെന്ന രീതിയിൽ ഉള്ള ഒരു വളരെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാകുന്ന രീതിയിലുള്ള പ്രതികരണം. ഒരുപക്ഷെ അത് വേടൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? ഈ വലിയ രീതിയിൽ വേടൻ എന്നൊരു വ്യക്തി, ഒരു കലാകാരൻ ഈ പുതുതലമുറയെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കലാകാരന്മാർ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ വേടൻ്റെ തിരുവനന്തപുരം നിശാഗന്ധിയിലേക്ക് ആ ഷോയിൽ, സ്റ്റേജ് ഷോയിൽ വലിയ രീതിയിലൊരു ആൾക്കൂട്ടമുണ്ട്. അയാളെ അംഗീകരിക്കുന്ന, അയാളെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം, ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ താനൊരു മാതൃകയാകണമെന്നൊരു തിരിച്ചറിവല്ലേ വേടൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അങ്ങനെയാണ്. കാരണം നിശാഗന്ധിയിൽ നടന്ന പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്, 6000 പേർക്ക് നിന്ന് കാണാവുന്ന ഇടമുള്ള സ്ഥലത്ത് 15000 പേരാണ് അന്നുണ്ടായിരുന്നത്. അത് തന്നെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. സ്പെഷ്യൽ സ്ക്വാഡിന് അവരെ നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നപ്പോൾ തന്നെ വേടനോട് തന്നെ സ്പെഷ്യൽ സ്ക്വാഡ് ആവശ്യപ്പെടുകയാണ്, ഇവരോട് ഒന്ന് അത് സുരക്ഷാ സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നത്. കാരണം പലരും ഈ കെട്ടിടത്തിന്റെ മുകളിലും മരത്തിന്റെ മുകളിലും ഒക്കെ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ഒരു വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടം വേടനെ കേൾക്കാൻ അവിടെ എത്തി എന്നുള്ളത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ വേടൻ പറയുകയും ഇപ്പുറത്ത് കഞ്ചാവ് ഉപയോഗിക്കുകയും ചെയ്തതാണ് അതിൽ തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തെറ്റ് തന്നെയാണ് എന്ന് വേടൻ അംഗീകരിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, എന്നോട് ക്ഷമിക്കണം, ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്, അതല്ലെങ്കിൽ താൻ അതിൽ നിന്നും വിമുക്തനാകാൻ നോക്കും, അതിൽ നിന്നും ഇനി ഒരു പുതിയ മനുഷ്യനാകാൻ താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് വേടൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ 6 ഗ്രാം കഞ്ചാവാണ് വേടന്റെ കൈവശം പിടിച്ചെടുത്തിട്ടുള്ള. ഈ 6 ഗ്രാം കഞ്ചാവിൽ അളക്കേണ്ട ആളല്ല വേടൻ എന്നുള്ള തരത്തിലുള്ള കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തക PA ലാലിയും അതുപോലെ തന്നെ ഗായകൻ ഷഹബാസ് അമനും ഒക്കെ വേടന് പിന്തുണയുമായിട്ട് തന്നെ എത്തിയിരുന്നു. അങ്ങനെ നിരവധി പിന്തുണകൾ, ആളുകളുടെ പിന്തുണകൾ വേടൻ എന്ന് പറയുന്ന കലാകാരനെ, അതല്ലെങ്കിൽ വരികളിൽ ഇത്രയധികം കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരാളെ, അയലൻ കുർദിയെ പറ്റിയും അതുപോലെ രോഹിംഗ്യൻ മുസ്ലിമിനെ പറ്റിയും ഗസയെ പറ്റി പലസ്തീനെ പറ്റിയും ഒക്കെ വളരെ കൃത്യമായി വിളിച്ചു പറയുന്ന ഒരാളെ, അത്തരം പൊളിറ്റിക്കൽ ബോധമുള്ള ഒരാളാകണം കുഞ്ഞുങ്ങളെ നിങ്ങളെന്ന് വേടൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ ഷോകളിലൂടെ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള വേടന് ഇത്തരത്തിലുള്ള പിഴവ് പറ്റിയത് വേടൻ തന്നെ അംഗീകരിക്കുകയാണ്. അത് മാത്രമല്ല, പക്ഷേ വേടന്റെ പുലിപ്പല്ല് ഈ പറയുന്നത് പോലെ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പിൽ നിന്നും വനം വകുപ്പിൽ ജാമ്യമില്ലാത്ത ഒരു വകുപ്പിലേക്ക് മാറുന്ന ഒരു തരത്തിലേക്ക് ആ പുലിപ്പല്ല് കാരണമായി. അതാണ് ആ പുലിപ്പല്ലാണ് ശരിക്കും വേടനെ കൊടുക്കാൻ അല്ലെങ്കിൽ പറ്റുമായിരുന്നു എന്ന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ അയാളൊരു പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ പ്രതിനിധിയാണ്, ഒരു കലാകാരനാണ്. ഒരു തെറ്റ് തിരുത്താനുള്ളൊരു മനോഭാവം എന്തായാലും വേടൻ കാണിക്കുന്നു. അത് അയാൾക്കുള്ള ഒരു മാറ്റത്തിന് ഒരു മനോഭാവമാണെങ്കിൽ ഈ ഒരു തെറ്റ് തിരുത്താനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു മനുഷ്യനാകാനുള്ള അവസരം അയാൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും ഈ വനം വകുപ്പും ഇനി ഈ വിഷയത്തിൽ എന്തായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് കഴുത്തറത്തു കൊന്നു. ചിരട്ടക്കോണം സ്വദേശി 76-കാരി ഓമനമ്മയാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ വിരമിച്ചപ്പോൾ കിട്ടിയ പണം പലിശയ്ക്ക് കൊടുത്തലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുട്ടപ്പൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടിയാണ് ചിരട്ടക്കോണം വാർഡിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം അറിഞ്ഞത്. രാവിലെ 6 മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീടിന് സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ്. ആ ഫാനിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ റൂം മുഴുവനും ബ്ലഡ് കിടക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ കൊട്ടാരം സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു 4 പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ്. റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട്, ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട്. അങ്ങനെ വളരെ നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏകദേശം 76 വയസ്സാണ് ഈ അമ്മയ്ക്ക് ഉള്ളത്. പിന്നെ വലിയ വിഷമകരമായിട്ടുള്ളൊരു മരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ആ അമ്മയ്ക്ക് കഴുത്തറത്ത് കൊന്നു എന്നുള്ളതാണ് പൊതുവേ ഈ പൊതുജനങ്ങളും ബാക്കി ആളുകളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്ത് തന്നെ വെട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചിരട്ടക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിദാരുണമായിട്ടുള്ളൊരു മരണമാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. കാരണം ഇവിടെ ഏകദേശം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വലിയ മുറിവുണ്ട്. ഏകദേശം 5 ഇഞ്ച് താഴ്ചയിലായിട്ട് കൊടുവാളിന് അറ്റംപ്റ്റ് നടത്തിയിട്ടാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. വിനീഷ് ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. വിനീഷ്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് അരങ്ങേറിയത്. ശരിക്കും വയോധികയുടെ ഒരു മരണമാണ്. വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വയോധികയുടെ ഒരു മരണം നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ മാറുന്നു. ടോം, ഇന്ന് 5 മണിയോട് കൂടിയാണ് ഈ ഒരു കൃത്യം നടന്നതെന്നാണ് പോലീസിന് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് പുറലോകം അറിയുന്നത് ഏകദേശം ഒരു 7 മണിയോട് കൂടിയാണ്. ഇത് ഓമനയമ്മ എന്ന പേരുള്ള ഒരു വയോധികയാണ് സ്വന്തം ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിനുള്ളിൽ വെച്ചാണ്, ഇവര് ബെഡ്റൂമിൽ വെച്ചായിരുന്നു. ഇവർ തമ്മിലുണ്ടായൊരു വഴക്കാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കുട്ടപ്പൻ എന്നാണ് പേര്. 76 വയസ്സ് പ്രായം ഉണ്ട്. അയാളിപ്പോൾ കുറ്റം സമ്മതിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് 5 മണിയോട് കൂടി നടന്നൊരു കൃത്യമാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇയാളുടെ മൊഴി പോലീസിന് നൽകിയത് ഇങ്ങനെയാണ് ടോം. ഏകദേശം ഒരു 5 മണിയോട് കൂടി ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ ഒരു വഴക്കായിരുന്നു. ഈ വയോധിക കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയാണ്. ഇവർ ഈ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കുറച്ച് പൈസ കിട്ടിയിരുന്നു. ഈ പൈസ എടുത്ത് വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളായിരുന്നു ഇവർ തമ്മിൽ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയുന്നത്. തുടർന്നാണ് ഈ വെട്ടുകത്തി എടുത്ത് വയോധികയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അയാളിപ്പോൾ ഈ കുട്ടപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ്. അതുപോലെ തന്നെ ഇവർക്ക് 2 മക്കളുള്ളത്. മൂത്ത മകളെ കെട്ടിച്ചയച്ചത് കൊട്ടാരക്കര തന്നെയാണ്. ഈ കൃത്യം നടത്തിയിട്ട് 5 മണിയോടുകൂടി മൂത്ത മകളെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മൂത്ത മകളാണ് ഈ കുട്ടപ്പനോടൊപ്പം വീട്ടിൽ താമസിച്ചിരുന്ന ഇളയ മകളെ വിളിച്ച് വിവരം പറയുന്നത്. അങ്ങനെ ഇളയ മകളും ഭർത്താവും വന്ന് വാതിൽ തട്ടി വിളിച്ചതിനെ തുടർന്ന് വാതിൽ തുറന്നിരുന്നില്ല. ഏകദേശം ഒരു 5 മണി സമയത്ത് തന്നെ ഇവർ വാതിൽ തട്ടി വിളിച്ചെങ്കിലും വാതിൽ 1 മണിക്കൂർ ശേഷമാണ് നാട്ടുകാർ ഉൾപ്പെടെ വന്ന് വാതിൽ തട്ടി വിളിക്കുന്നത്. അങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച മൃതശരീരം ഉൾപ്പെടെ കാണാനിടയായത്. ഉടൻ തന്നെ ജനപ്രതിനിധികൾക്കും ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടപ്പനെ വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിൽ കുട്ടപ്പൻ ഈ കുറ്റം ഏറ്റെടുത്തായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇരുവരും തമ്മിൽ വീട്ടിൽ പതിവായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ പണം പലിശയ്ക്ക് കൊടുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്. അതിനപ്പുറം പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നതാണോ? നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. എങ്കിൽ പോലും ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായ ചില
ചില വഴക്കുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ വഴക്കുകളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ വയോധികയെ സംബന്ധിച്ച് ഇവർ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉപജീവനമാർഗം, ചെറിയ മാർക്കറ്റിംഗ് പോലെയുള്ള ചില ബിസിനസ്സുകളൊക്കെ നടത്തി ഇവർ ഉപജീവനമാർഗം നടത്തുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവർക്ക് ഈ കശുവണ്ടി ഫാക്ടറിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ തുക ഈ ഭർത്താവ് അറിയാതെ ഇവർ ചിലവഴിച്ചു, പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഈ കുട്ടപ്പനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തിയത്. ഇതിനകത്ത് വാർഡ് മെമ്പറുടെ മൊഴിയിൽ തന്നെ ഇപ്പോൾ വ്യക്തമായിരുന്നു. കാരണം ഒരു കയർ കെട്ടി കയർ കെട്ടിയതായി കണ്ടു. പക്ഷെ ഇവർ ഇപ്പോ ഈ കുട്ടപ്പൻ ഇടപെട്ട് അങ്ങനെ തമ്മിൽ ഒരു വഴക്കുണ്ടായതാണ് സംശയങ്ങളുണ്ട് പോലീസ് കാര്യത്തിൽ. എന്തായാലും വെട്ടുപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടപ്പൻ അവരെ കരുത്ത് ആഴത്തിൽ വെച്ചതായിട്ടാണ് ശരീരത്തിൽ കാണുന്നത് സാഹചര്യമായിരുന്നു. എന്നാലും ശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അതിനായി മെഡിക്കൽ കോളേജിലേക്കാണ് കുട്ടപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ്. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ കൈതപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കെന്ന് പോലീസ്. രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തുമെന്ന് മിനിക്ക് അറിയാമായിരുന്നു. കൊലപാതകത്തിന് മുൻപും ശേഷവും മിനി പ്രതി സന്തോഷുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അന്വേഷണ സംഘം പറയുന്നു. കൊലപാതകം നടന്ന മാർച്ച് 20-ന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. സുമേഷ് മൊറാഴ് ചെയ്തുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുമേഷ്, ഇരുവരും തമ്മിൽ ഈ സന്തോഷും മിനിയും നമ്പ്യാരും തമ്മിലുള്ള ബന്ധം, അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തതാണ്. അതിൻ്റെ പേരിൽ മിനി നമ്പ്യാരെ മർദ്ദിച്ചിരുന്നു. അതേ തുടർന്നാണ് ഫേസ്ബുക്കിലൂടെ പ്രതിയായിട്ടുള്ള കൊലയാളിയായിട്ടുള്ള സന്തോഷ് കൊലവിളി മുഴക്കുന്നു, പരസ്യമായി ഈ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പിന്നീട് നടന്ന കൊലപാതകം അതേറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഈ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്താണ് ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മിനി നമ്പ്യാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ? അവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? ടോം, ഈ കൈതപ്പുറത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഭാര്യയും BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മിനി നമ്പ്യാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ രാധാകൃഷ്ണൻ കൊല്ലുമെന്ന്, അതായത് സന്തോഷ് കൊല്ലുമെന്ന്, ഒന്നാം പ്രതിയായ സന്തോഷ് കൊല്ലുമെന്ന് മിനിക്ക്, അതായത് ഭാര്യയായ മിനിക്ക് മുൻ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർണായകമായ വിവരങ്ങളാണ് ഇപ്പം പോലീസിന് പുറത്തു വരുന്നത്. അതായത് ഈ കാര്യം നേരത്തെ മിനിക്ക് അറിയാമായിരുന്നു. അതായത് തന്റെ ഭർത്താവായ രാധാകൃഷ്ണനെ ഒന്നാം പ്രതിയായിട്ടുള്ള സന്തോഷ് കൊല്ലുമെന്ന്. ഈ കാര്യം ഈ മിനി മറച്ചു വെച്ചു എന്നുള്ളതാണ്. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് മിനിക്കും കൂടി ഇതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തന്റെ ഭർത്താവിനെ വധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊല്ലുന്നതിന് വേണ്ടി കൃത്യമായി മിനിക്ക് അതിലൊരു താല്പര്യമുണ്ടായിരുന്നു സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രാധാകൃഷ്ണൻ ഇത് വാട്സപ്പിലൂടെ ഇത്തരം കാര്യങ്ങൾ മിനിയുമായി ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്, പങ്കുവെച്ചിട്ടുണ്ട്. അത് പറയുന്നത് ഒരു കാര്യം, തന്റെ ഭർത്താവിനെ തട്ടിക്കളയും എന്നുള്ളതാണ്. അതായത് തട്ടിക്കളയും. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് പൊട്ടിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മിനിക്ക് ഈ സന്തോഷ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു കാര്യങ്ങൾ വ്യക്തമാണ്. സ്വാഭാവികമായും ഇതിൽ മിനിക്ക് കൃത്യമായ താല്പര്യം തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ കൊലപാതകം നടക്കുന്ന തൊട്ട് മുമ്പും അതായത് രാധാകൃഷ്ണന്റെയും മിനിയുടെയും മകനെ മിനി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവർക്ക് സ്വന്തമായി ഒരു വീടെടുക്കുന്നുണ്ട്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രാധാകൃഷ്ണൻ മകനും അവിടെ എത്താറുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു, അതായത് അതുപോലെയുള്ള സമയത്തായിരുന്നു ഇത്ര ഒരു കൊലപാതകം നടന്നത്. ഈ സംഭവം നടക്കുന്ന അന്നും മിനി, അതായത് മകനെ വിളിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ അവിടെ എത്തിയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി ഒരു പ്ലാൻഡ് വർക്ക് മിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കാര്യം കൃത്യമായി സന്തോഷിന് മിനി കൈമാറുകയും ചെയ്തു.
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 3000 കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അടുത്ത കാലങ്ങളിൽ സുമേഷ് അതുതന്നെയാണ്. കാരണം 3000-ഓളം ഫോൺ കോളുകൾ ഇരുവരും തമ്മിൽ ചെയ്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടും പോലീസിന് ലഭ്യമായത്. അതോടൊപ്പം സുമേഷ്, ഈ സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് കേസിനെ കുറിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ തുടക്കത്തിൽ പുറത്തു വന്ന വിവരം ഈ സന്തോഷും മിനി നമ്പ്യാരും തമ്മിലെ ബന്ധം ആയത്, സൗഹൃദമായത് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ എന്നായിരുന്നു തുടക്കത്തിൽ നമ്മൾ കേട്ടത്. പക്ഷേ ഈ മിനി പോലീസിനോട് പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞ കാര്യം അത്തരമൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമല്ല, ഇരുവരും ഒന്നിച്ച് പഠിച്ചവരല്ല. ഫേസ്ബുക്കിലെ ഒരു കമൻറ്റിനെ തുടർന്ന് ഇരുവരും തമ്മിൽ മെസ്സേജുകളിലൂടെ സൗഹൃദത്തിലായതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? ഇരുവരും തമ്മിൽ എങ്ങനെയാണ് ഈ സൗഹൃദത്തിലായത് സംബന്ധിച്ച്? പോലെ തന്നെ ആദ്യം ഈ രീതിയിലായിരുന്നു പിന്നെ വന്ന വാർത്തകൾ. അതായത് ഇവർ തമ്മിൽ ഇവർ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനുശേഷം നടന്ന ഒരു ക്ലാസ് മീറ്റിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ബന്ധപ്പെടുന്നതും പിന്നീട് സൗഹൃദം പുതുക്കുന്നു എന്നാണ് ബന്ധം. എന്നാൽ അത്തരം വാർത്തകളൊക്കെ പോലീസും തിരുത്തുന്നുണ്ട്. ഇത് ഏത് രീതിയിലാണ് ഇവർ തമ്മിൽ ബന്ധപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത കുറവുണ്ട്. അതായത് ഈ ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെയും മിനി നമ്പ്യാർ കൂടുതൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരം ഈ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ഈ സന്തോഷമായി ഇവർ അടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വീട് നിർമ്മാണത്തിൽ ഈ സന്തോഷത്തെ ഇതിൽ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട, അതായത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിൽ സന്തോഷം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അങ്ങനെ ആ രൂപത്തിലാണോ ഇവർ പ്രണയത്തിലാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. എന്നാലും അതിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട്. ആ കാര്യത്തിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള മറുപടികളാണ് ഇനി പോലീസിനോട് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇപ്പം പോലീസ് പറഞ്ഞത്. എന്നാലും അതായത് ആദ്യം പറഞ്ഞ വാർത്തകൾ, ആദ്യം നമ്മൾ അറിഞ്ഞ വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഏതായാലും ഇവർ ഒന്നിച്ച് പഠിച്ചവരല്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ പോലീസിനും ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ പോലീസ് കടക്കുന്നില്ല. അതായത് ഇപ്പോഴത്തെ പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് തന്റെ ഭർത്താവായ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം ഭാര്യ ഇത്തരം ഒരു കൊട്ടേഷൻ രീതിയിൽ പോയി നമുക്ക് അതിന്റെ പറയാം. അതായത് വേറൊരു മോശമായ ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാം പ്രതിയായ സന്തോഷമായി ഒരു മോശം ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് സ്വന്തം ഭർത്താവിനെ വധിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതായത് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും അത്തരം ഒരു ഗൂഢാലോചനയെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ ചെയ്തിരിക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം. വ്യക്തമാണ്. സുമേഷ് മോറാലെയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിൽ ഭാര്യ മിനി നമ്പ്യാരുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ്, അതായത് കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ, മാത്രമല്ല ഇരുവരും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവ് ജോസഫിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകുന്നേരം 5:30 ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജിസ്മോളുടെയും ജിമ്മിയുടെയും ജോസഫിന്റെയും ഫോൺ പരിശോധനയാണ് കേസിൽ നിർണായകമായത്. ഫോണുകളിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ജിസ്മോളുടെ പിതാവിന് അയച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ വലിയ രീതിയിൽ ഗാർഹിക പീഡനം, ഭർത്താവിൻ്റെ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നു. ഇരുവരെയും, ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും ചോദ്യം ചെയ്തതെന്നും എന്തൊക്കെ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഈ കേസിൽ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ജിസ്മോളുടെ ഭർത്തൃപിതാവിന്റെ ഫോൺ, ഒപ്പം തന്നെ ജിമ്മിയുടെ ഫോൺ, ഭർത്താവായ ജിമ്മിയുടെ ഫോൺ, ജിസ്മോളുടെ ഫോൺ, ഈ 3 ഫോണുകളാണ്. ഇവർക്കിടയിലെ ശബ്ദ സംഭാഷണങ്ങളാണ് ഈ കേസിൽ നിർണായകമായത്. തുടക്കം തന്നെ ഈ കേസിൽ ഏതാണ്ട് 15 ദിവസത്തോളം ഇങ്ങനൊരു അറസ്റ്റിനടക്കം വൈകിയത് ഈ കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് വിഷുവിന്, അതായത് ഏപ്രിൽ 14 കഴിഞ്ഞ് 15-നാണ് ഈ ആത്മഹത്യ ഉണ്ടാകുന്നത്. 14-ന് ഈ ജിസ്മോളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോണിൽ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ജിസ്മോളുടെ പിതാവിന്റെ മൊഴി.
മുൻപുള്ള പല സംഭവങ്ങളുമാണ് ജിസ്മോളുടെ പിതാവ് പരാതിയിലടക്കം, ജിസ്മോളുടെ സഹോദരിയടക്കം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കേസിൽ സഹായകരമാകുന്ന കാര്യപ്പെട്ട ചില മൊഴികൾ നൽകി എന്നുള്ളതിനപ്പുറത്തേക്ക്, മുൻപുള്ള ഭർത്തൃപീഡനത്തിനപ്പുറത്തുള്ള മൊഴി നൽകി എന്നുള്ളതിനപ്പുറത്തേക്ക് തെളിവുകൾ ലഭിക്കുന്നത് വലിയ തടസ്സമായി നിന്നിരുന്നു. അതുകൊണ്ടാണ് 15 ദിവസത്തോളം ഈ കേസിൽ ഒരു തുടർ നടപടി ഉണ്ടാകാൻ കഴിയാതിരുന്നത്. പോലീസിനെ സംബന്ധിച്ച് തുടക്കം മുതൽ അവർ പറഞ്ഞിരുന്നത് ഈ 3 ഫോണുകൾ കോടതിയിൽ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വിടുകയാണ്. അതിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ അടക്കം കണ്ടെടുത്താൽ ഒരു പക്ഷേ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായേക്കാം. എന്തായാലും 14 രാത്രി ആ വീട്ടിൽ ചില ഈ സംഭാഷണങ്ങൾ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീട്ടുകാർ സംശയിച്ചത്. പക്ഷെ അതെന്ത് എന്നുള്ള ധാരണയില്ലായിരുന്നു. എന്തായാലും ഈ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്ന് ശബ്ദ സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രത്യേകിച്ച് ജോസഫിന്റെ അടക്കം, പിതാവ് ജോസഫിനെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ല. ജിസ്മോളുടെ കുടുംബം അടക്കം പറഞ്ഞതിൽ ജോസഫിന്റെ പേരുണ്ടായിരുന്നില്ല. ഈ ജിസ്മോളുടെ അമ്മായിയമ്മ, അതായത് ഈ ജിമ്മിയുടെ അമ്മ, ഒപ്പം തന്നെ മൂത്ത സഹോദരി, ഈ 2 പേർക്കെതിരെയായിരുന്നു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ജോസഫിന്റെ അടക്കം ശബ്ദ സന്ദേശങ്ങൾ കിട്ടി. അത് ഗാർഹിക പീഡനം ഉൾപ്പെടെ വ്യക്തമാകുന്നതാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കാനാകുന്നു. അങ്ങനെയാണ് ഈ കേസിലേക്ക് വളരെ നിർണായക ഒരു വഴിത്തിരിവ് ഇന്നലെ ഉണ്ടാകുന്നത്. ഈ ശബ്ദ സന്ദേശം കിട്ടിയ ശേഷം ഇന്നലെ ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യുകയും പിന്നീട് വൈകുന്നേരം 5:30 അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് രാവിലെ ഏതാണ്ട് 10:30 വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കിയിട്ടുണ്ട്. വൈകുന്നേരം 5:30 ഇന്ന് ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അങ്ങനെ സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ കേസിലുള്ളത്. തീർച്ചയായും സൗന്ദര്യം പോരാ, നിറം പോരെന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ജിസ്മോൾ നേരിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട വിവരം, അതായത് ഈ ജിസ്മോൾ അങ്ങനെ മക്കളെയും കൂട്ടി ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഭർത്താവ് പലപ്പോഴും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത്തരം ആരോപണം ജിസ്മോളുടെ കുടുംബം ഉന്നയിച്ചതാണ്. എന്താണ് ആത്മഹത്യക്ക് കാരണമായത്? ഇങ്ങനെ പെട്ടെന്ന് അതിനൊരു പ്രകോപനമായത് എന്തായിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വിവരം ഈ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ടോം, അത് സംബന്ധിച്ച് എന്താണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത് എന്നുള്ള അതിന്റെ ഉള്ളടക്കം അതേപോലെ പോലീസ് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗാർഹിക പീഡനത്തിന് ഉതകുന്ന തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം ഹാജരാക്കും. വൈകാതെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിസ്മോളുടെ കൂട്ടുകാരിയാണ്, നിളയാണ് ഒരു ഘട്ടത്തിൽ പിന്നീട് പ്രതികരിച്ചത്. ഈ നിറത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ വീട്ടിൽ നിന്ന് അഭിമുഖീകരിച്ചിരുന്നു. കുടുംബം, പിതാവും സഹോദരനും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് വിവാഹം കഴിഞ്ഞ് എത്തിയത് മുതൽ തന്നെ സാമ്പത്തികമായ വിഷയത്തെ ചൊല്ലി ജിസ്മോളുടെ കുടുംബം ആ ഘട്ടത്തിൽ വലിയ സാമ്പത്തികമായി ഉള്ള ഒരു കുടുംബമായിരുന്നില്ല. പിന്നീടാണ് സഹോദരനും ഒക്കെ വിദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അതിജീവിക്കാനുള്ള ശ്രമമാണ് ജിസ്മോൾ നടത്തിയിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ വലിയ മാനസിക വിഷമം ജിസ്മോൾക്ക് ഉണ്ടാകുന്ന തരത്തിൽ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ആത്മഹത്യാ പ്രേരണയ്ക്ക് തുനിയുന്ന തരത്തിൽ ഉള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായും അത് ഈ ശബ്ദ സന്ദേശത്തിൽ തന്നെയുണ്ട്. ഈ ജിസ്മോളുടെ കുടുംബമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഈ വക്കീൽ ഓഫീസ് ഇട്ട സമയത്ത് അതിനുവേണ്ടി പണം ജിമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അത് ഒരാഴ്ച തികയും മുൻപ് അത് തിരിച്ചു വാങ്ങാനായി വലിയ സമ്മർദ്ദങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ജിസ്മോളെ ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള സാമ്പത്തികം ഉൾപ്പെടെ സൗന്ദര്യം, നിറം, അത് പറഞ്ഞുകൊണ്ടുള്ള കുത്തുവാക്കുകൾ, ഇതെല്ലാം തുടർച്ചയായി സംഭവിച്ചിരുന്നു. ഇതിന്റെ ഒടുവിലാണ് എന്തായാലും ഇത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ ഒരു സംഭവം മാത്രമല്ല, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജിസ്മോളുടെ കുടുംബം ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ അതൊന്നും ആത്മഹത്യക്ക് ഒരു കാരണമാകുമെന്നുള്ള ഒരു വിശ്വാസം അവരെ സംബന്ധിച്ചും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ ആ തലേദിവസം അടക്കമുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ തലേദിവസം ഈ പിതാവിനോ ഒന്നും വിളിച്ച് കിട്ടിയില്ല, ജിസ്മോളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പിതാവ് വിദേശത്ത് നിന്ന് എത്തിയുടൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിൽ കുത്തുവാക്കുകളും ഒക്കെ ഉണ്ടാകുന്നു. അതാണ് ജിസ്മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് ജീവനൊടുക്കാം, താൻ ജീവനൊടുക്കുക, മക്കളെയും കൂട്ടി ജീവനൊടുക്കാം. ശ്രീജിത്ത്, ഇതോടൊപ്പം ഈ ജിമ്മിയുടെ മാതാവ്, ജിമ്മിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ, പീഡനങ്ങളൊക്കെ ജിസ്മോൾ കേൾക്കേണ്ടി വന്നതായി അവരുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെയും ഈ ജിമ്മിയുടെ മാതാവിനെ പ്രതി ചേർത്തിട്ടില്ല. അവരൊരു ഗുരുതരമായ രോഗം നേരിടുന്ന, അസുഖം നേരിടുന്ന
വ്യക്തിയാണ്. അതുകൊണ്ടാണോ പോലീസ് പ്രതി ചേർക്കാത്തത്? തീർച്ചയായും നിലവിൽ നടത്തിയ പരിശോധനയിൽ അവർക്കെതിരെ ഏതെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫോൺ സംഭാഷണങ്ങളിലോ ഒന്നും അത്തരം തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും ഈ ദിവസങ്ങളിലും അവർ ചികിത്സയിലാണ് ആശുപത്രിയിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഈ രണ്ട് പ്രതികളിലേക്ക് കടക്കുക, മറ്റ് തെളിവുകൾ വീണ്ടും ശേഖരിക്കുക, ഇവരുടെ രണ്ടുപേരുടെ മൊഴി എടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മൊഴിപ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ മറ്റെന്തെങ്കിലും ഫോണിൽ നിന്നോ മറ്റോ കൂടുതൽ തെളിവുകൾ കിട്ടുമോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ജിമ്മിയും ഈ പിതാവ് ജോസഫും ഇവർ രണ്ടുപേരും ഈ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് ജിസ്മോളെ തള്ളിവിട്ടിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇവരെ രണ്ടുപേരെയുമാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ ജിമ്മിയുടെ മാതാവിന് മാത്രമല്ല മൂത്ത സഹോദരിക്കെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങൾ, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേട്ടത് അവർ രണ്ടുപേരുമാണ്. ഈ പിതാവ് ജോസഫിനെതിരെ ആരോപണങ്ങളൊന്നും പറഞ്ഞു കേട്ടിരുന്നില്ല, പക്ഷേ തെളിവുകൾ പരിശോധനയിൽ കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് അയാളെയും പ്രതി ചേർക്കുന്നത്. എന്തായാലും വൈകാതെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഭർത്തൃപിതാവിനെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നവരെ അല്പസമയത്തിനകം ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പേട്ട പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. എടപ്പാൾ സ്വദേശി സുരേഷ്, ഗീത എന്നിവർ ഇന്നലെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. നിലവിലെ കേസിൽ ഇരുവരും പ്രതികളല്ല. സുഗാന്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ സുഗാന്തിനെ, IB ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്തിനെ പ്രതി ചേർത്ത് തൊട്ടു പിന്നാലെയാണ് കുടുംബസമേതം അവർ ഒളിവിൽ പോയത്. ആഴ്ചകൾക്ക് ശേഷം മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. സുഗാന്തിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? സുഗാന്ത് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഈ സംഭവം ഉണ്ടായി, അത് വിവാദമായതിന് പിന്നാലെ കുടുംബമാണ് 2 ദിവസങ്ങൾക്ക് ഇപ്പുറം, അതായത് മാർച്ച് അവസാന വാരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ 2 ദിവസത്തിനപ്പുറമാണ് സുഗാന്ത് സുരേഷിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മരിച്ച IB ഉദ്യോഗസ്ഥയുടെ പിതാവ് തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ആരോപണം തന്നിലേക്ക് നീളുന്നുവെന്ന് മനസ്സിലാക്കിയ സുഗാന്ത് കുടുംബസമേതം എടപ്പാളിലെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസിന് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പലതവണ സുഗാന്തിനെയും കുടുംബാംഗങ്ങളെയും തേടി അന്വേഷണ സംഘം ഈ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഒരിക്കൽ പോലും അവരുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായില്ല. ബന്ധുവീടുകളിലടക്കം തൃശ്ശൂരിലെ ഉൾപ്പെടെ അവരുടെ ബന്ധുവീടുകളുണ്ട്, മലപ്പുറത്തുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധനയാണ് 2 സംഘങ്ങളായി ചേർന്ന് പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം നടത്തിയത്. അതിനോടൊപ്പമായിരുന്നു ഈ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിലും പോണ്ടിച്ചേരിയിലും ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തി. ആഴ്ചകളോളം അവിടെ താമസിച്ചുകൊണ്ട് പരിശോധന നടത്തി. പക്ഷേ ഒരു തുമ്പും സുഗാന്ത് സുരേഷിനെ സംബന്ധിച്ച് കിട്ടിയില്ല. അതിനിടയിലാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ട് ഈ കുടുംബം എന്നൊരു സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചത്. അത്തരം നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി സുഗാന്ത് സുരേഷിന്റെ പിതാവ് സുരേഷും മാതാവ് ഗീതയും കീഴടങ്ങുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചാവക്കാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കുകയും ചെയ്തത്. ഈ കുടുംബത്തിൽ ഒരു നാണക്കേടുണ്ടാകുന്ന സാഹചര്യം, അതോടൊപ്പം മകൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനങ്ങൾക്ക് വേണ്ടി ഈ അവസരം തിരഞ്ഞെടുത്തതെന്ന് ഈ കുടുംബം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സുഗാന്ത് സുരേഷ് എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ഈ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സുഗാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്ന് പോലീസ് പറയുമ്പോഴും ഏത് തരത്തിലായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ എന്നാണ് അറിയാനുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറയുന്നത് ഈ കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലമാണ് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യാൻ ഇടയായത് എന്നാണ്. അതിനപ്പുറത്തേക്ക് തനിക്ക് അതുമായി ഒരു പങ്കുമില്ല. കുടുംബം തന്നെ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിലക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് യുവതി ആത്മഹത്യ എന്ന ഒരു പോംവഴി തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ് സുഗാന്ത് സുരേഷിന്റെ ജാമ്യ ഹർജിയിൽ
വ്യക്തമാക്കിയിരുന്നത് ഈ കുടുംബത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രേരണ കുറ്റം ചുമത്താവുന്ന തരത്തിലുള്ള ഒരു കുറ്റങ്ങളും ഈ മാതാപിതാക്കൾക്കെതിരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ യുവതിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങൾക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. സുഗാന്തിനെതിരെ മാത്രമായിരുന്നു ഗുരുതരമായ വെളിപ്പെടുത്തൽ. സാമ്പത്തികമായും ശാരീരികമായും മകളെ ചൂഷണം ചെയ്തുവെന്നാണ്, 24 വയസ്സുള്ള തൻ്റെ മകളെ ചൂഷണം ചെയ്തെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ അബി ഉദ്യോഗസ്ഥയുടെ പിതാവ് മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം സുഗാന്ത് സുരേഷിന് വേണ്ടി തുടരുന്നതിനിടയിലാണ് നാടകീയമായി ഇന്നലെ മാതാപിതാക്കൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അറിയാവുന്ന കാര്യങ്ങൾ അവരോട് വിശദീകരിച്ചിരിക്കുന്നു. തീർച്ചയായും ഡാൻ, ഈ സുഗാന്തിനെതിരെ ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം പോലീസിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകളടക്കം കൈമാറിയതാണ്. അതേ തുടർന്നാണ് ഇയാളെ പ്രതി ചേർത്തത്. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ആഴ്ചകൾ പിന്നിടുമ്പോഴും യാതൊരു സൂചനയുമില്ലാത്തത് പോലീസിന് തന്നെ വലിയ തിരിച്ചടിയാണ്. അതിനിടെയാണ് പേട്ട പോലീസ് ഈ മലപ്പുറം ഈ എടപ്പാളിലെ വീട്ടിലെത്തി ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിക്കുന്നു. അതിന് തൊട്ട് ഒരു ദിവസം മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ സുഗാന്തിന്റെ മാതാപിതാക്കൾ കീഴടങ്ങുകയും ചെയ്യുന്നു. ഇയാൾ രാജ്യം വിടാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇന്ത്യയിൽ തന്നെ ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് സങ്കേതത്തിലോ ആകാമെന്നാണോ പോലീസിന്റെ ഒരു നിഗമനം? കുന്നംകുളത്തും അതോടൊപ്പം തന്നെ മലപ്പുറത്തുമുള്ള ബന്ധുവീടുകളിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനയാണ് പോലീസ് സുഗാന്തിന് വേണ്ടി നടത്തിയത്. പക്ഷേ പലതവണ പരിശോധന നടത്തിയിട്ടും സുഗാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ബന്ധുവീട്ടിൽ ഈ മാതൃ സഹോദരന്റെ വീട്ടിൽ സുഗാന്ത് ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസൊക്കെ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് സുഗാന്തും കുടുംബാംഗങ്ങളും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് കൂടി അന്വേഷണ സംഘത്തിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് പോലീസ് പിന്നീട് ഇയാൾ എത്താനിടയുള്ള സ്ഥലങ്ങൾ, സുഹൃത്തുക്കൾ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അന്വേഷണം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായി പോലീസിന്റെ അന്വേഷണം നടത്തി 2 ദിവസത്തിനകത്ത് ഒരു തരത്തിലുള്ള സൂചനകളും ഈ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണ് എന്നതിനെ സംബന്ധിച്ച സൂചനകളൊന്നും ഈ കുടുംബാംഗങ്ങൾ നൽകിയിരുന്നില്ല. ഒരുപക്ഷെ മാനസികമായി മകളുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നതിനാൽ അത്തരം വെളിപ്പെടുത്തലുകളിലേക്ക് കുടുംബാംഗങ്ങൾ കടക്കാതെ ഇരുന്നതാകാമെന്നാണ് അവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ സമയം വിദഗ്ധമായി സുഗാന്ത് ഉപയോഗിച്ചു. തന്നിലേക്ക് ആരോപണത്തിന്റെ മുന നീളുന്നതിന് മുമ്പ് തന്നെ വളരെ സുരക്ഷിതമായ ഒരു ദൂരത്തേക്ക് സുഗാന്തിനെ മാറാൻ കഴിഞ്ഞു. അതാണ് ഇത്രയധികം ആഴ്ചകൾ പിന്നിട്ടിട്ടും സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല സമർത്ഥനായ ഒരു IB ഉദ്യോഗസ്ഥനായിരുന്നു സുഗാന്ത്. സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സുഗാന്ത്. അങ്ങനെ ഒരാൾക്ക് പോലീസിന്റെ കണ്ണുവെട്ടിച്ച്, IB ഉദ്യോഗസ്ഥരൊക്കെ കണ്ണുവെട്ടിച്ച് മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കാതെ സുരക്ഷിതമായ ഒരു ഒളിയിടത്തിൽ ഇത്രയധികം ആഴ്ചകൾ കഴിയാൻ പറ്റുന്നു എന്നത് തന്നെ അന്വേഷണ സംഘം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി കൂടിയാണ്. എന്തായാലും സുഗാന്തിനെ വൈകാതെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പരിശോധനകൾ ഊർജിതമായി സംസ്ഥാനത്തിനകത്തും പുറത്തും പുരോഗമിക്കുന്നത്. പക്ഷേ രാജ്യം വിടാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് നിലവിൽ അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യം വിടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതുവരെയും ഈ ആഴ്ചകൾ പിന്നിടുമ്പോഴും പ്രതി സുഗാന്തിനെ പിടികൂടാൻ കഴിയാത്തത് അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ എന്തായാലും സുഗാന്തിന്റെ മാതാപിതാക്കൾ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഈ സുഗാന്ത് ഒളിവിൽ പോയത് അവരുടെ അറിവോടെയാണോ, ഇനി ഒളിവിലുള്ളത് വിവരങ്ങളൊക്കെ ഇവർക്ക് അറിവുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടത് തന്നെയാണ്. മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശിവകുമാർ, ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്ര, കോൺസ്റ്റബിൾ എല്ലാലിംഗ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഞായറാഴ്ചയാണ് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫിനെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആരോപിച്ച് 30ഓളം വരുന്ന സംഘം തല്ലിക്കൊന്നത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നാലെ ഉയർന്നു വന്നതാണ്. പ്രതികളെ പോലീസ് 20ഓളം പേരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഏത് സാഹചര്യത്തിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇവരുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായത് വീഴ്ച ഉണ്ടായെന്നാണോ കണ്ടെത്തൽ? തീർച്ചയായും ടോമെ, സിറ്റി പോലീസ് കമ്മീഷണർ അനൂപ് അഗർവാൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച ഈ മംഗളൂരു റൂറൽ പോലീസിലെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു.
അതുകൂടാതെ ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സംഭവം നടന്നത് 3 മണിക്കാണ്. അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയത് 2 മണിക്കൂറിന് ശേഷമാണ്. അതായത് 2 മണിക്കൂറോളം അഷ്റഫ് ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ സമയത്ത് തന്നെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും പോലീസ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ വരെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പൊതുവെ അവിടെ നിന്നുള്ള ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഏതായാലും വലിയ പ്രതിഷേധം പോലീസിന്റെ ഈ തുടക്കത്തിലുണ്ടായ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 20 പേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതായത് ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന ഇടത്ത് നിന്നും പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നത്. ഏതായാലും ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഇതുവരെ പോലീസ് ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോഴും ഈ കേസിൽ ഒരു ദുരൂഹത തുടരുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതിനുശേഷം ഇയാളെ നിലത്ത് വീണ ഇയാളെ ചവിട്ടിയും അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റമ്പും ബാറ്റും ഒക്കെ ഉപയോഗിച്ച് ക്രൂരമായി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ഒരു ടാർപ്പാളിനിട്ട് ഇയാളെ ഈ 2 മണിക്കൂറോളം അവിടെ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ അഷ്റഫിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഏതായാലും അഷ്റഫിന്റെ ഈ ഇത്തരത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരു ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഏതായാലും അഷ്റഫ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മംഗളൂരുവിലെത്തിയ ആളാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി അത് വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ഇയാൾ എങ്ങനെയാണ് ഈ 10 കിലോമീറ്ററോളം ദൂരമുള്ള മംഗളൂരു നഗരത്തിൽ നിന്നും 10 കിലോമീറ്ററോളം ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മംഗളൂരു റൂറൽ പോലീസിലെ SI അതായത് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള 3 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് വീഴ്ച കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുന്ന വൈകി എന്നതും ഇവർക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആൾക്കൂട്ട കൊലപാതകം എന്ന ഒരു വകുപ്പ് അത് ചുമത്താതെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായത്. ഏതായാലും ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെ നേരിട്ട് ഈ കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകി. അത്തരത്തിൽ വളരെ ഗൗരവമായി തന്നെയാണ് കർണാടക സർക്കാർ ഈ സംഭവത്തെ കാണുന്നത്. മലയാളിയായ ഒരാളാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിന് ഇരയാകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ സഹോദരനും മറ്റു ആളുകളും ഇന്നലെ തന്നെ ഇവിടെ മംഗളൂരുവിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞാണ്, അതായത് ഞായറാഴ്ച കഴിഞ്ഞ് മലയാളി യുവാവിന്റെ കുടുംബാംഗങ്ങൾ അന്വേഷണത്തോട് വളരെ തൃപ്തികരമായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ ബൈജു, ഈ കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? 30ഓളം പേർ ചേർന്ന് ആണ് ക്രൂരമായി ഈ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിട്ടുണ്ടോ? തീർച്ചയായും ഈ കേസിൽ നിലവിൽ അന്വേഷണം തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത്. ഈ തുടക്കത്തിലുണ്ടായ ഈ സംഭവം നടന്ന സമയത്തുണ്ടായ വീഴ്ചയാണ്. അതിനെ തുടർന്നുണ്ടായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായത്. അതിനുശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു, പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് ഈ സംഭവ സ്ഥലത്തെത്തി ഇതിന് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനിയും ഇതിൽ കൂടുതൽ പേർ ഇനി അറസ്റ്റിലാവാനുണ്ട്. 10ഓളം പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട്. നിലവിൽ ആദ്യം 15 പേരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് 5 പേരെ. വിവരങ്ങൾ നോക്കിയത് മംഗളൂരുവിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട മലയാളി യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കോഴിക്കോട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 15 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ഫൈസാൻ അൻവാർ, ഹിമാൻ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 28-ാം തീയതി കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 28-ാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ, നടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. 15 വയസ്സുകാരിയെ പിന്തുടർന്ന പ്രതികൾ അതിക്രമം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. ചെറുത്തുനിന്ന പെൺകുട്ടി നിലവിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിന്റെ CCTV
ദൃശ്യങ്ങളാണിത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഭയപ്പെടുത്തുന്ന കാഴ്ചയാണിത്. കാരണം ട്യൂഷൻ കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ പെൺകുട്ടിക്ക് നേരെ 15-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്, ഈ പീഡന ശ്രമം ഉണ്ടാകുന്നത്. ഈ പ്രതികൾ അതിനുശേഷം എങ്ങനെയാണ് അവരെ പിടികൂടാൻ കഴിഞ്ഞത്? ഈ പതിവായി ഈ സ്ഥലത്ത് താമസിക്കുന്നവരാണോ ഈ ഇതര സംസ്ഥാനക്കാർ? ടോം, കോഴിക്കോട് ചാലപ്പുറം ഭാഗത്ത് ഈ 28-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ പെൺകുട്ടിയെ 2 പേർ ചേർന്ന് ലൈംഗികമായി അതിക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് കുട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇതിനുശേഷം പിന്നീട് പെൺകുട്ടി പരാതി നൽകുകയും കസബ പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ഏതാണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അതിക്രമം നടത്താൻ ഒരുങ്ങിയതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിനുശേഷം ഈ സ്ഥലത്ത് നിന്നും ഒരു ചെരുപ്പ് കിട്ടിയിരുന്നു. ഒരു സിമന്റ് പുരണ്ട ഒരു ചെരുപ്പാണ് പോലീസിന് കിട്ടിയത്. അതിൽ നിന്ന് തന്നെ ഈ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഇവരെന്ന് പോലീസിന് മനസ്സിലാവുകയും ഇത്തരത്തിൽ കൂട്ടത്തോടെ ഈ അതിഥി തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പരിശോധന നടത്തിയെടുത്തു നിന്നുമാണ് ഈ 2 പ്രതികളെയും കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം സ്കൂൾ കഴിഞ്ഞൊക്കെ വീട്ടിലോട്ട് മടങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ നഗരത്തിലൂടെ തനിച്ച് നടക്കുന്ന പെൺകുട്ടികളൊക്കെ ഇത്ര ഭീകരമായി ആക്രമിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇതിന് നേതൃത്വം നൽകുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനീഷ്, ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമല്ല. കാരണം നമുക്കവിടെ കാണാം, ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നിരവധി വീടുകളുണ്ട് ഈ സ്ഥലത്ത്. അതിലൂടെയാണ് ഈ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് നടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പല മാതാപിതാക്കളും ഇതുപോലെ അയൽക്കാരൊക്കെ സമീപ സ്ഥലങ്ങളിൽ ഉള്ളത് കൊണ്ട് രാത്രി സമയങ്ങളിൽ മക്കൾ തനിച്ച് ട്യൂഷൻ കഴിഞ്ഞൊക്കെ നടന്നു വരുന്നതിലൊന്നും അത്ര ഭയമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷെ ഇന്ന് കേരളത്തിലെ സാഹചര്യങ്ങൾ മാറുന്നു. ഇതര സംസ്ഥാനക്കാർ പലയിടങ്ങളിലുമുണ്ട്. അവർ അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ പതിവായി ഇതുപോലുള്ള ഏതെങ്കിലും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ ഈ പ്രതികൾ? ഇവര് എന്നാണ് ഈ കോഴിക്കോട് ഉൾപ്പെടെ ഈ പ്രദേശത്ത് താമസിക്കാനായി എത്തിയത്? ഇത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ ഈ മേഖലയിൽ തന്നെ താമസിച്ചു വരുന്നവരാണ് എന്ന് പോലീസ് പറയുന്നു. ഈ ഭജനമഠം, ഭജനകോവിൽ ഭാഗത്ത് ആ മേഖലയിൽ ഒരുപാട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാണ്. ഈ കോഴിക്കോട് നഗരത്തിനോട് ചേർന്നുള്ള വിവിധയിടങ്ങളിൽ നിന്നും ഈ തൊഴിലാളികളെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടത്തോടെ ആളുകളെ ശേഖരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ചെരുപ്പ്, സിമന്റ് പുരണ്ട ചെരുപ്പ് ലഭിച്ചപ്പോൾ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നേരത്തെ മനസ്സിലായി. അപ്പോൾ ഈ സിമന്റ് ഇട്ട ചെരുപ്പ് ലഭിച്ചപ്പോൾ തന്നെ ഈ മേഖലയിൽ തെരഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. എന്തായാലും താരതമ്യേന സുരക്ഷിതമായ ഇടങ്ങൾ ഈ കോഴിക്കോട് നഗരത്തെയൊക്കെ പരിശോധിച്ചാൽ ഇത്തരം ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഈ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ താരതമ്യേന കുറവുണ്ടായിരുന്ന ഒരിടം ആയിരുന്നു കോഴിക്കോട് നഗരം മുൻകാലങ്ങളിൽ. പക്ഷേ ഒരു വലിയ നഗരത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും കോഴിക്കോടിന് വന്നു തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. നേരത്തെ മാനാഞ്ചിറ ഭാഗത്ത് ഒരു പെൺകുട്ടിയെ, യുവതിയെ ഇതുപോലെ പിന്തുടരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഭാഗങ്ങളിൽ പോലും സുരക്ഷിതമായി ആളുകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വല്ലാത്ത വർദ്ധിക്കുന്നത് ഇത്തരം
നിയമലംഘനങ്ങൾ പെരുകാനുള്ള കാരണവുമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്തായാലും കൃത്യമായ ഒരു ജാഗ്രത എല്ലാ മേഖലയിൽ നിന്നും പുലർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന 15-കാരിയാണ് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമമുണ്ടായത്. പിന്നീട് പെൺകുട്ടി ബഹളം വെച്ചതോടെ നിലവിളിച്ചത് ഓടുകയായിരുന്നു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. പ്രതികൾ 2 പേരും പോലീസിൻ്റെ പിടിയിലുമായിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.